തൃശൂർ ചിമ്മിനി ഡാം പ്രദേശത്ത് വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നിൽക്കുന്നതിനിടയിൽ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വൈദ്യുത ലൈനിൽ വീണ മരം 2 ദിവസമായിട്ടും മുറിച്ചു മാറ്റിയിരുന്നില്ല. പിന്നീട് വനം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം മരം മുറിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ലൈൻ കമ്പി മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരോട് കമ്പി തങ്ങളുടേതല്ല എന്നൊരു വിചിത്രമായ വാദമാണ് KSEB ഉദ്യോഗസ്ഥർ നടത്തിയത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ KSEB? ഞാൻ എച്ചിപ്പാറന്ന് വിളിക്കണേ. എച്ചിപ്പാറയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാരൊക്കെ പ്രതിഷേധത്തിലാ. അപ്പൊ മരം അതപ്പോ അങ്ങനെ ചോദിക്കാ. കമ്പി ആരുടെ ഇപ്പൊ? കമ്പിയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല ഈ കേസില്. എന്താ വെച്ചാല് മരം മുറിക്കുന്ന ഏൽപ്പിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം രാത്രി ഈ പ്രദേശത്തേക്കെത്തിയ KSEB ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. KSEBയുടെ ഗുരുതര അനാസ്ഥയാണ് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ ചിമ്മിനി ഡാമിൽ വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ വലിയ കാറ്റത്ത് മറിഞ്ഞു വീണ മരം മുറിക്കുന്നതിനിടെ തൃശൂർ സ്വദേശിയായിട്ടുള്ള എച്ചിപ്പാറ സ്വദേശിയായ ഖാദർ എന്ന 44 വയസ്സുകാരൻ ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ വലിയ അനാസ്ഥയും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളുടേതായിട്ടുള്ള ആരോപണം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മരം ഈ കാണുന്ന ലൈൻ കമ്പിയിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് തകർന്നു വീണത്. അതായത് വെള്ളിയാഴ്ചയാണ് ഈ മരം വീണത്. ഈ മരം 2 ദിവസത്തിലധികം ഇതേ നിലയിൽ കിടന്നു. ഈ പ്രദേശവാസികളാകെ ഇരുട്ടിലായി. ഈ മരം മുറിച്ചു മാറ്റാൻ KSEBയോ ഇറിഗേഷൻ വകുപ്പോ വനംവകുപ്പോ ഒന്നും തയ്യാറായില്ല. അതേ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധം ഉന്നയിച്ചതോടുകൂടിയാണ് പ്രദേശവാസിയായ ഖാദറിനെ വിളിച്ചു വരുത്തി ഈ മരം മുറിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത്. ഞാനിപ്പോൾ നിൽക്കുന്ന റോട്ടിൽ ഒരു മേശയിട്ട് ആ മേശയിൽ മേൽ നിന്നാണ് ഖാദർ മരം മുറിച്ചത്. ആ സമയത്ത് ലൈൻ കമ്പിയിൽ സ്റ്റേ കമ്പിയിൽ ഇങ്ങനെ വന്ന് വീണ് കിടന്ന മരം അദ്ദേഹത്തിൻ്റെ തലയിലിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ചു. ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയുണ്ടെന്നുള്ളതാണ് ആരോപണം. പ്രതിഷേധവുമായി ഇന്നലെ ഈ പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരുന്നു. ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും ആളുകളോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന് പറയാനുള്ളൊരു കാരണം? ഇവിടെ സംഭവിച്ചത് ഖാദർ എന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ ഈ മരം വീണ സമയത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു കൊണ്ടുവന്ന് മുറിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായത്. അതനുസരിച്ച് ഖാദർ മരം മുറിച്ചു. KSEBയോട് മരം മുറിക്കുന്നതിന് മുൻപ് ഈ ലൈൻ കമ്പി അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ KSEB തർക്കിക്കുകയാണ് ചെയ്തത്. KSEBയുടെ കമ്പിയല്ല, മരം വനവകുപ്പിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ് KSEB തർക്കിച്ചു എന്നല്ലാതെ അവർ സ്ഥലത്ത് വന്ന് ഇത് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയാണെന്ന് എന്നുള്ളതാണോ നിങ്ങളുടെ ആരോപണം? വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുക എന്നുള്ളതല്ല. ഈ കമ്പി അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് നടക്കില്ല. കാരണം വിധി എന്താണെന്നുള്ളത് നമുക്ക് അത് നിശ്ചയിക്കാൻ പറ്റില്ല. അത് നടക്കില്ലായിരുന്നു. ഈ കമ്പി അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആക്സിഡന്റ് ഒഴിവാക്കായിരുന്നു. അത് KSEBയിലെ 2 ഉദ്യോഗസ്ഥർ ഇവിടെ നിലവിൽ ആ സ്പോട്ടിലുണ്ടായിരുന്നു. അവരോട് പറഞ്ഞിട്ട് അവരത് അഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഖാദറിന്റെ മരണത്തിലും തുടർന്നുള്ള ഉദ്യോഗസ്ഥ വീഴ്ചയിലും എന്താണ് നിങ്ങളുടെ ഒരു നടപടി ആവശ്യപ്പെടുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർ പോലും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇന്നേ വരെ ഈ സ്ഥലം സന്ദർശിക്കുന്നതിനോ യാതൊന്നിനും ഇന്നേ വരെ ഒരു ഉദ്യോഗസ്ഥ പോലും എത്തിയിട്ടില്ല. ആകെ എത്തിയ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഈ ഭാഗത്തുള്ള ഒരു ചിമ്മിനിയിലെ വൈൽഡ് ലൈഫിലെ ഒരു റേഞ്ച് ഓഫീസറും മാത്രമാണ്. വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാർ. 44 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ദാരുണമായ മരണത്തിന് ഉത്തരവാദികൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ആണ് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഏതായാലും ഖാദറിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതുവരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം. ചിമ്മിനി ഡാമിൽ നിന്നും ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.